Guys, welcome back to our YouTube channel Explore with Rami എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ പാർഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഇന്ന് രാവിലെ ഒരു 9:15 ആകുമ്പോഴത്തേക്കും ഡൽഹി സൈറ്റ് സീയിങ്ങിന് ഒരു ബസ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തന്നെ ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ രാവിലെ ഒരു 9:30 മണി തൊട്ട് വൈകിട്ട് 5:30 വരെ ഫുള്ള് കൊണ്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ച് അതിനെപ്പറ്റി പറഞ്ഞു തരും. അപ്പോൾ ഞാൻ അതിൻ്റെ ബസ് ഇവിടെ തൊട്ട് താഴെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ട് താഴെ തന്നെ ട്രാവൽ ഏജൻസിയിൽ നിന്നാണ് ബുക്കാക്കിയിട്ടുള്ളത്. ഇവിടുന്ന് വൈകിട്ട് 5:30 ശേഷം വന്നതിന് ശേഷം 6:30 മണിക്ക് ഞാൻ ഇവിടുന്ന് മണാലിയിലേക്ക് ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും സെയിം ട്രാവൽ ഏജൻസിയിൽ നിന്ന് തന്നെയാണ് ബുക്ക് ചെയ്തത്. ഇതിന് റേറ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി സൈറ്റ് സീയിങ്ങിന് മൊത്തത്തിലൊരു 600 രൂപയാണ് ഇവർ എൻ്റെ നിന്ന് ഈടാക്കിയിട്ടുള്ളത്. അതായത് ഡൽഹി ഒട്ടുമിക്കുള്ള എല്ലാ സ്ഥലങ്ങളും ഇവർ എന്നെ കൊണ്ട് ചുറ്റി കാണിച്ചു തരും. അപ്പോൾ ഞാൻ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ താഴെ തന്നെ എടുത്താം. നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇവരിവിടുന്ന് നമ്മൾ നേരെ സ്ഥലങ്ങൾ കാണാനായിട്ട് കൊണ്ടുപോകും. അപ്പം ഒരു 9:15 ആകുമ്പോഴത്തേക്കും താഴോട്ടിറങ്ങി ചെല്ലാൻ പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 9 മണിയായി. അപ്പോൾ ഞാൻ ബാഗ് കാര്യങ്ങളെല്ലാം ഇവിടുന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി താഴെ ബാഗ് വെച്ചിട്ട് വേണം കറങ്ങാൻ പോകാൻ. ഇവിടെ 12 മണിയാകുമ്പോൾ ചെക്കൗട്ട് ആവേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പേ ബാഗ് എടുത്ത് താഴെ കൊണ്ടുവച്ചിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കും പിറ്റേ ദിവസത്തെ പേയ്മെൻറ്റ് കൂടെ കൊടുക്കേണ്ടി വരും. അപ്പം ബാഗ് കാര്യങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം വണ്ടിയിൽ കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. വേറെ ആരും ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. വന്നപ്പോൾ ഒരു സീറ്റിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് പുള്ളിക്കാരൻ. വൈകിട്ട് 6:30 ആകുമ്പോഴത്തേക്കും വണ്ടി ബസ് റിട്ടേൺ വരും. എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകണം നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ബസ്സിലിരുന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഗായ്സ്. ഒരു കൊച്ചു വന്ന് വീണിട്ടുണ്ട്. എണീച്ച് പോകണം ആ വേസ്റ്റിൽ വന്ന് വീണിട്ട്. ഡൽഹിയിലെ പുറത്തെ കാഴ്ച ഇതാണ്. എത്തി നിൽക്കുന്ന സ്ഥലമാണ് ഗൈസ് ബിർള മന്ദിർ എന്ന് പറയുന്ന സ്ഥലം. ഇതൊരു ടെമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഫോണ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു മേടിച്ച് വയ്ക്കും. ഫോണിൻ്റെ അകത്ത് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. ഒരു സബ്വേ ആണ് ഗൈസ്, സബ്വേ. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്ത് കിടക്കാനായിട്ട് അപ്പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു സബ്വേ ആണിത്. ഇതാണ് എൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ. നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. ആണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മളിത് ഇവിടെ ഉണ്ട്. Right side, again your right corner, second building, Indian Railway Headquarters, Rail Bhavan. Then again your right side, black color tomb building, black color tomb building, Rashtrapati Bhavan means Ashram. Right में black color tomb building आएगा. So right corner, black color tomb building. इस बिल्डिंग के ऊपर आप लोगों ने इंडियन फ्लैग देखा था, झंडा. वो झंडा कोई आम झंडा नहीं है. वो आम पब्लिक को एक्चुअली में इंडिकेट करता है. इंडिकेट क्या करता है? अगर इंडियन एयर हेडक्वार्टर, वायु सेना मुख्यालय, इंडियन एयरफोर्स हेडक्वार्टर.
അങ്ങനെ ഗായ്സ് നമ്മൾ ഡൽഹി പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് പഴയ പാർലമെൻറ്റും അതേപോലെ തന്നെ പുതിയ പാർലമെൻറ്റ് പണി നടക്കുന്നതും ഇവിടെയാണ്. ഇത് അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ വരുന്ന ആൾക്കാരെല്ലാം ഞങ്ങളെ കൂടെ ബസ്സിൽ വന്ന ആൾക്കാരാണ്. സൈറ്റ് സീയിങ്ങിനായിട്ട് അവർ രാവിലെ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ബിർള മന്ദിർ കൊണ്ടുപോയി. അതിനുശേഷം നമ്മളെ രണ്ടാമത് കൊണ്ടുവന്ന സ്ഥലമാണിത്. പഴയ പാർലമെൻറ്റ്, ഇത് പുതിയ പാർലമെൻറ്റ്. അടുത്ത സ്ഥലത്തെ കാഴ്ചകൾ. ഇവിടെ വഴിയിലിരുന്ന് ഓരോ സാധനങ്ങൾ വയ്ക്കുന്ന ഒരാൾക്കാരുണ്ട്. ബേൽപൂരി, പാനിപൂരി എല്ലാം ഇപ്പം ഒരുപാട് കച്ചവടക്കാരോട് ഉണ്ട്. ചായ, കോഫി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. അതാണ് പാർലമെന്റ് പഴയത്, അതാണ് പുതിയത്. നമ്മളോട് വന്ന ആൾക്കാരാണ് കേട്ടോ. ഇതവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. ഇവർ രണ്ട് മലയാളികളാണ്. ഇവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. ഡൽഹിയിലെ കാഴ്ചകൾ. ഇപ്പോൾ രണ്ടാമത്തെ ടൂറിസ്റ്റ് പ്ലേസാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അല്ലേ നല്ല തിരക്കുണ്ട്. ITDC, आप लोग इसी की यूनिट विजिट करेंगे कपड़ा मंत्रालय की इंडिया गेट के बाद. वो है ITDC. ये लेफ्ट साइड में है मिनिस्ट्री ऑफ टेक्सटाइल. ITDC. मैं आपको बता दूं, देखिए जैसे कि सुबह बिरला मंदिर आप लोगों ने विजिट किया था. बिरला मंदिर को विजिट करने के लिए आप लोगों ने अंडरपास यूज किया था. നെക്സ്റ്റ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചിട്ട് ഇന്ത്യ ഗേറ്റാണ്. ഇവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങോട്ട് പോയിട്ടുള്ള ഇത് ഞാൻ കാണിച്ചിട്ട്. അതിൻ്റെ ഇവിടെ വെള്ളമൊക്കെ ഇങ്ങനെ വണ്ടി കെട്ടിയിട്ടിട്ടുണ്ട്. ഞങ്ങളെ ബസ്സിൽ വന്ന ആൾക്കാരാണ് ഇതൊക്കെ. വേറെ കുറേ ഫൈനലി നമ്മളിത് ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോയിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം അടുത്ത് നേരിട്ട് കണ്ടപ്പോൾ ഒരു സന്തോഷം. ഇതിന് ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞത് പിന്നെയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വാർ ഫസ്റ്റ് ഗേറ്റ് എന്നാണ്. അങ്ങനെ എന്താണ് പുള്ളിക്കാരൻ പറഞ്ഞത്. നല്ല ചൂടാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ എനിക്ക് എത്രത്തോളം മനസ്സിലാവുന്നറിയാം. നല്ല വെയിലാണ് ഗൈസ്. ഇതൊക്കെ ഫോട്ടോയിൽ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു റോഡും ഉണ്ട്. അതിൻ്റെ അകത്ത് വേറെന്തോ ഒരു പൂർണ്ണയുണ്ട്. എന്താണെന്ന് അറിയാൻ വയ്യ. ഇതാണ് ഇന്ത്യ ഗേറ്റ്. ഇതാണ് ഇന്ത്യ ഗേറ്റ്. നല്ല ചൂടാണ് ഗൈസ്. നൈസായിട്ട് ഏതെങ്കിലും തണുള്ള മുക്കിലോട്ട് പോയി നിൽക്കുക. ഇതിൻ്റെ 1931 ചിത്രമാണത്. ഇതൊക്കെ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട്. ഞാൻ വേഗം ഓടിച്ച് പോകുന്നുള്ളൂ. ഇവിടെ ഫുള്ള് ചുവരിൽ പതിപ്പിച്ചിട്ടുണ്ട് ഓരോരോ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ചിത്രം. ഇതിൻ്റെ റൂട്ട് മാപ്പ് എല്ലാം വൺ പ്ലാനിങ്ങിലാണ് സെറ്റ് ചെയ്തത്. സബ് വഴി നടന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. റോഡിൻ്റെ അപ്പുറ സൈഡിൽ നിന്നായിരുന്നു ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നു.
ഇപ്പോൾ റോഡിൻ്റെ ഇപ്പുറ സൈഡിൽ എത്തിയിട്ടുണ്ട്. സബ് വഴി നടന്നു ഇന്ത്യ ഗേറ്റിൽ നിന്നൊക്കെ ഇന്ത്യ എന്ന് മേളിൽ എഴുതി വെച്ചേക്കുന്നു. ഞാൻ അക്കരെ നിന്ന് കാണിച്ചു സാധനമില്ലേ, ഒരു പ്രതിമ എന്ന് പറഞ്ഞ ഇതാണിത്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല ചൂടാണ്, പക്ഷെ അടിപൊളി കാറ്റുമുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലിവിടെ യുദ്ധത്തിൽ മരിച്ച ജവാന്മാരുടെ പേരെല്ലാം ഇവിടെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ കല്ലില്ലേ ഫുള്ള് കൊത്തി. അപ്പോൾ ആ പേരുകളാണ് ഇവിടെ കല്ലിൽ ചെറിയ ചെറിയ അക്ഷരങ്ങളായിട്ട് കാണുന്നത്. എന്താല്ലേ അങ്ങനെ ഇന്ത്യ ഗേറ്റ് കണ്ടിറങ്ങിയതിന് ശേഷം ബസ്സിൽ കയറി അടുത്ത സ്ഥലത്തോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ബസ്സിലിരുന്നു കൊണ്ട് പുറത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത കുറച്ച് ഫുട്ടേജുകളാണിത്. അതിനുശേഷം കൊണ്ടുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിയം മാതിരിയുള്ളൊരു സെറ്റപ്പിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മൊബൈൽ ഫോൺ അലൗഡ് അല്ല, വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ, കരകൗശല വസ്തുക്കളൊക്കെ വീഡിയോ എടുത്തതാണ്. ഡെസ്റ്റിനേഷൻ കുത്തബ് മിനാർ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതാണ് അതിൻ്റെ ടിക്കറ്റ്. അപ്പോൾ ഇതുവഴിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. നമ്മൾ കുത്തബ് മിനാറിൻ്റെ എൻട്രൻസ് പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് കുത്തബ് മിനാർ. എനിക്ക് വേണ്ടില്ല, ഇതെല്ലാം ഇതുവഴി കയറാൻ എൻട്രൻസിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ചെറിയൊരു ടോക്കൺ ഉണ്ട്, അതാണ് ഇതിൻ്റെ ടിക്കറ്റ്. അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ട് കാണിച്ചത്. എൻട്രൻസ് വഴി അകത്തേക്ക് കയറിയിട്ടുണ്ട്. वर्ल्ड हेरिटेज मंदिर माहिती पडशील नाही. ഇവിടുത്തെ പഴയ നിർമ്മിതികളൊക്കെ കാണാം, കല്ലുകൊണ്ട് കെട്ടിയതും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത്. ആണ് ഇതിൻ്റെ ചൂടെ നിന്ന് നോക്കുമ്പോഴുള്ള ദൃശ്യങ്ങൾ കാണാം. ഇതിൻ്റെ അകത്തോട്ട് ടെമ്പിൾ മാതിരി എന്തോ ഉണ്ട്, കയറി നോക്കാം. ഇതിൻ്റെ അകത്തെത്തി ചൂട് കുറവുണ്ട്. വാവ്, ഈസി സ്പോട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെ അടിപൊളി ഒരു ലാൻഡ്സ്കേപ്പ് കാണാം. അയ്യോ, വെളിയിലെ കാഴ്ചകളാണിത്. ഇവിടെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞില്ല. ഇതിൻ്റെ അകത്ത് നല്ല തണലുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുത്തബ് മിനാറിൻ്റെ അടിപൊളിയായിട്ട് ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ ആണ്. ഇവിടെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കണ്ട ഒരുപാട് കൊത്തുപണികൾ ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ കാണാം. ഇത് ഫുൾ അങ്ങനെ ചെയ്തേക്കുന്ന ഓരോ ഗോപുരങ്ങളാണ്. ഇതുപോലെ തന്നെ കുത്തബ് മിനാറിലും ചെയ്തു വെച്ചിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. കണ്ടോ, 1, 2, 3 ഘട്ടങ്ങളായിട്ടാണിത് ചെയ്തു വെച്ചത്. അതുപോലെ ഇവിടെ ഒരുപാട് അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളുണ്ട്. പ്രത്യേക ഒരു വ്യൂ തന്നെ ഇവിടെ, വേറൊരു അറ്റ്മോസ്ഫിയർ.
നല്ല വെയിലുണ്ട് കേട്ടോ. വന്നപ്പോഴാണ് കാഴ്ചയൊക്കെ ദൃശ്യമായത്. ഇതെല്ലാം കണ്ടോ അറബിലാണ് കൊത്തി വെച്ചേക്കുന്നത്. അതിൻ്റെ മേളിലും എല്ലാം അങ്ങനെ തന്നെ എഴുതി വെച്ചേക്കുന്നത്. എല്ലാം ഒന്നും വ്യക്തമല്ല. ലൊക്കേഷൻ ലോട്ടസ് ടെമ്പിൾ എത്തിയിട്ടുണ്ട് ഗൈസ്. വരുന്ന വഴിക്ക് 2 ഇംഗ്ലണ്ടുകാരെ പരിചയപ്പെട്ടു. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ, ലോട്ടസ് ടെമ്പിൾ. നല്ല അടിപൊളി വൃത്തിക്ക് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെടി ഉണ്ടല്ലേ ഇവര് വെട്ടി നല്ല അടിപൊളി ഡിസൈനിലാക്കിയിട്ടേക്കുന്നു. നേരെ അവിടെ ലോട്ടസ് ടെമ്പിൾ കാണാം. അടിപൊളി ഗാർഡനാണ് കേട്ടോ. ഇവിടെയൊക്കെ ചില്ലറ നാണയങ്ങൾ ഇട്ടേക്കുന്നുണ്ട്. ഇവിടെ വന്ന് വിസിറ്റേഴ്സ് ഇടുന്നതാണ്. ഇതിനകത്ത് ഏതാണ്ട് 2 പൂള് മാതിരി, 2 ഇതിൻ്റെ ചുറ്റാകെ ഇങ്ങനെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. കപ്പലൂരി ഇതേപോലെ കയ്യിൽ പിടിക്കണം. ഇതാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ പുറത്തെ കാഴ്ച. ഇവിടെയാണ് ടെമ്പിൾ വരുന്നത്. ഇവിടെ നിട്ടോ. ഇതാണ് ഗാന്ധിജിയുടെ സമാധി. ാണ് ഗാന്ധിജിയുടെ സമാധി കേന്ദ്രം. വീർഭൂമി, രാജ്ഘട്ട്, കിസാൻഘട്ട്, സമാധി ഓഫ് ചരൺ സിംഗിൻ്റെ ബോർഡ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് എൻട്രൻസ്. ഇതൊരു വലിയ ഗാർഡൻ മാതിരിയുള്ള സെറ്റപ്പാണ്. കണ്ടില്ലേ, ഒരുപാട് മലയാളീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു, കുറച്ചുപേരെ കണ്ട് പരിചയപ്പെട്ടു. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കവാടം. കുറേ യൂറോപ്യൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇവിടെ നല്ല രീതിക്ക് വൃത്തിക്ക് പരിപാലിക്കുന്നുണ്ട്. ചെരുപ്പ് കൂടി ഇടണം ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ. സൂര്യൻ ഏകദേശം അസ്തമിക്കാനായിട്ടുണ്ട്. നല്ല കാൾം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ആണ് ഗാന്ധിജിയുടെ സമാധി മന്ദിരം. ഇപ്പോൾ ഈ പിറകിൽ കാണുന്നതാണ് ഗാന്ധിജിയുടെ സമാധി മന്ദിരം. ഇവിടെ വേറൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഗൈസ്. ഇത് ഇവിടെ ഏകദേശം സൂര്യാസ്തമിക്കാനൊക്കെ ആയി. ഇവർ 2 മലപ്പുറംകാരാണ്, പെരിന്തൽമണ്ണക്കാർ. ഇപ്പോൾ ഇവരൊപ്പം ഫോട്ടോയൊക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു. ഇവിടെ തിരിച്ച് നേരെ ബസ്സിലോട്ട് കയറണം. ഇതാണ് ഡൽഹിയിലെ അവസ്ഥ, ദുരിതങ്ങളുടെ കാഴ്ച. ഒരു
പിഞ്ച് കൊച്ചു കിടന്നുണ്ട്. അവസ്ഥ എന്ന് പറഞ്ഞാൽ ചില്ലറയില്ല. ഇത് കണ്ടിട്ട് കൊടുക്കാണ്ടിരിക്കാനും തോന്നുന്നു. നമ്മളെ കൈ ചില്ലറയില്ല. നമ്മൾ ഇവിടുന്ന് നേരെ പോയിട്ട് അവിടെ നിന്ന് അടുത്ത ബസ് കയറിയിട്ട് മണാലി ബസ് നോക്കാണ് ഗൈസ്. മണാലി ബസ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബസ്സിന് ടൈം ആയതുകൊണ്ട് നേരെ എനിക്ക് അങ്ങോട്ട് പോകണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡൽഹിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും